പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനും പെൽവിസിനും വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷൻ. ഹായ് സർ. ഹലോ സർ, ഈ പ്രസവശേഷമുള്ള നടുവേദന മിക്ക സ്ത്രീകളും പറയുന്ന ഒരു പ്രശ്നമാണല്ലോ. അത് സ്പൈനിന് വല്ല ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനും പെൽവിസിനും വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനാണ്. ഈ ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സ്പൈനും പെൽവിസും നല്ല രീതിയിൽ ലാക്സ് ആയിട്ടാണ് ആ കുട്ടിയെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. പ്രസവശേഷവും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സ്പൈനിലും പെൽവിസിലും ഉണ്ടാവും. പ്രസവാനന്തര ശുശ്രൂഷയിൽ പലപ്പോഴും പോഷകാംശങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകളുടെ ഈ പറയുന്ന മസിലുകളെ അല്ലെങ്കിൽ ഈ സ്പൈൻ മസിൽസിനെയും കോർ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള എക്സസൈസിൽ നമ്മൾ അത്രത്തോളം ഗൗരവം പാലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രസവാനന്തര ശുശ്രൂഷയിൽ പോഷകാംശങ്ങൾ നോക്കുന്നത് പോലെ തന്നെ അത്രയും കൃത്യമായി തന്നെ സ്ത്രീകളുടെ കോർ മസിൽ സ്ട്രെങ്തനിങ് കൂടി നല്ല കാര്യമായിട്ട് നോക്കണം. പ്രസവാനന്തര ശേഷം അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. യോഗയാകാം, ജിം എക്സസൈസ് ആകാം, പ്രോപ്പർ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്ത് തന്നെ മസിലുകളെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിമുക്തി നേടാം. അല്ലെങ്കിൽ ഇത് റിക്കറൻ്റ് ആയിട്ട് ആ മസിൽസിൻ്റെ വീക്ക്നെസ് കാരണമായിട്ട് ഈ പറഞ്ഞ ഇഷ്യൂസ് അവർക്ക് കാലകാലം വിട്ടുമാറാതെ തന്നെ ചിലപ്പോൾ നിലനിന്ന് വന്നേക്കാം. അപ്പോൾ കോർ മസിൽ സ്ട്രെങ്തനിങ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രസവാനന്തര ശേഷം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും ഉത്തമമായ വഴി.